അതിൻ്റെ അടുത്ത് കാണാൻ പറ്റും. അതുപോട്ട് ഇനി നമുക്ക് അപ്പോൾ രാവിലത്തെ ചാവടികളാണ് നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ. നമുക്ക് നാട്ടിൽ നിന്ന് തളിപ്പുറമെന്ന് വരുമ്പോൾ വാങ്ങിച്ചതാണ് നമ്മളെ ചിപ്സും മിക്സറും രണ്ടും കൂടി മിക്സായി വെമ്പാറ് ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇത് ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇത് തിരിച്ചു പോകുന്നവരെ എത്തുന്നതായിരിക്കും. അപ്പം ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി. ഇതാണ് കേട്ടാ തുർത്തുക് ഗ്രാമം. തുർത്തുക് അതിൻ്റെ അപ്പുറം ഫുള്ള് മലയാണ് കേട്ടോ. വലിയ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്രാമങ്ങളുണ്ട്. 100-400 വീടുകളുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ വെള്ളമൊലിച്ച് വന്നണ്ട. ഞാൻ വിചാരിച്ചു എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. നല്ല ഒഴുക്കുണ്ട് കേട്ടാ. ഇത് തണുത്ത വെള്ളമാണ്. മലേൻ്റെ മുകളിൽ നിന്ന് ഐസ് ഉരുകിയിട്ട് വരുന്ന വെള്ളമാണ്. ഇവിടെ എന്തെല്ലോ കൃഷിയുണ്ട് കേട്ടോ. അപ്പുറം എന്തെല്ലോ കൃഷിക്കാർ പണിയെടുക്കുന്നുണ്ട്. നമുക്കവിടെ പോയി നോക്കാം. അവർ വീഡിയോ എടുക്കാൻ വിട്ടാലോ. ഇങ്ങോട്ട് കുറച്ച് ഗ്രാമങ്ങളുണ്ട്. ഇതാണ് ഗോതമ്പന്നല്ലേ? ഗോതമ്പന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ഒരു വീഡിയോ എടുക്കാൻ വിടുമോ നോക്കട്ടെ. അപ്പോൾ ഈ ഗ്രാമത്തിൽ ഇവർ രാവിലെ തന്നെ പണിയെടുക്കുകയാണ്. രാവിലെ തന്നെ തുടങ്ങിയിന്. ഞാൻ രാവിലെ ഒരു 5 മണിക്ക് എണീച്ചിന്. ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട്ടുകാരുടെ സ്ഥലമാണിത്. അപ്പോൾ ഞാനും ഒന്ന് ഗോതമ്പ് കട്ടാക്കി നോക്കട്ടെ ഇവരപ്പുറം കൂടിയിട്ട്. ഗോതമ്പ് ഇതാണ് സാധനം. ഗോതമ്പന്നല്ലേ ഇത്? അതെ ഗോതമ്പനാ. ഗോതമ്പാ. ഇവർ റൊട്ടി ഇതെല്ലാം ഉണ്ടാക്കുന്നതാ. എന്നാലും ഞാനൊന്നും കേട്ടോ. ചക്കൂക്കിതേ ചക്കൂതിയാ. അതോ ഇവരെ കത്തി ഇതാണ് കേട്ടോ. കട്ടാക്കുന്ന കത്തി അല്ല, കട്ടാക്കുന്ന കത്തി. ഞാൻ കട്ടാക്കി തരാം. ആ ഇതാ പണിക്കെടുത്ത് വീട്ടിൽ തന്നെ നിന്നോ? എന്താ കളിക്കുന്നേ? मेरा उधर भी है ना, देखेगा मैं आप कट्टर से ऐसा करना है ना, ऐसा करना है। हाँ नीचे से അങ്ങനെയാണ് ആക്കണ്ട്. ആ അതൊക്കെ പൊടിയായി അടീന്ന് കട്ടാക്കണം. आपका फैमिली किधर है? पूरा पाकिस्तान में है? नहीं, यहाँ पे इधर है, यहाँ पे हमारा दादा वादा थे वहाँ पे। हाँ हमारे पापा पाकिस्तान से थे। हाँ हाँ हाँ. हम सब इंडियन है। ആര്? ഉപ്പാപ്പേ? ഇവരെ ഫാമിലി പഴയ ഫാമിലിയെല്ലാം മൊത്തം പാകിസ്ഥാനിലാണുള്ളത്. हाय, आपका नाम? नाम क्या है? तौसीफ। तौसीफ. हाय. आपका नाम? आफरा. हाँ हैं? हैं? आफिया. हाय. നീ എവിടെ പോയി? നീ എന്തിനാ റൂമിൽ പോയി? ഞാൻ ക്യാമറ എടുത്തിട്ട് എത്തുന്നല്ലേ പറഞ്ഞു. ആ ക്യാമറ ഓടി. നമ്മളൊരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് കറങ്ങുന്ന ഗ്രാമങ്ങൾ നമ്മൾ തുർത്തുക് ഗ്രാമം കാണണ്ട. ഫുള്ള് കരിങ്കല്ല്. കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇവിടെ തന്നെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് കരിങ്കല്ല്. പക്ഷെ ഇത് കട്ട് ചെയ്ത് സെറ്റാക്കിയതാണ്. ഓ ഇത് കൂടാണ്. പശുവിൻ്റെ പശുവായിരിക്കും, ആടായിരിക്കും അല്ലേ? പശുവിനല്ല. ഫുൾ ടൈം ഇങ്ങനെ വെള്ളം ഉണ്ടാവും കേട്ടോ. ഇപ്പം തന്നെ ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ തണുപ്പ് സമയത്ത് എത്ര വെള്ളം ഉണ്ടാവും? തണുപ്പ് സമയത്ത് ഇവിടെ -20 ഡിഗ്രി എല്ലാം വരെ എത്തുമ്പോൾ ഹലോ
ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട് തല്ലിട്ടോ. ഇതാരെങ്കിൽ അടുക്കളയിലേക്ക് മറ്റേ ആയിരിക്കും പോണേ. ഉള്ള തന്നെ എന്നർത്ഥം തിരിച്ചുകൊണ്ട് വഴി പറഞ്ഞിരിക്കണേ. നേരത്തെ തന്നെ വളയാനൊന്നും ഇല്ലാത്തോണ്ട് പ്രശ്നമില്ല. ആണോ ചാമങ്ങ ആപ്പിള് ആപ്പിളല്ലേ ഇത് കൊടുത്തു. ഇതിന്റെ മുകളിൽ നിന്ന് വീണ തന്നെയാ കൊടുത്തു കൊടുത്തു. ആ ആപ്പിളത് ആപ്പിളാന്ന് അറിയില്ല. തിന്നു നോക്കിയാലോ. ആപ്പിള് പോലെ ഉണ്ട് കണ്ടിട്ട്. ആടെല്ലാം വീണിട്ടുണ്ട് കേട്ടോ. ആടേതാ ഒരു കഴുതിയുണ്ട് ഇതാ അങ്ങൊളിച്ചിക്കുന്നു. ഇവരോട് ചോദിക്കണം ആപ്പിൾ പറിക്കണ്ടെങ്കിൽ. ആളെ കാണും. ഇത് ആപ്പിൾ മരാൻ തോന്നുന്നു കേട്ടാ. അനക്ക് ഉറപ്പില്ല കേട്ടോ ഇത് ആപ്പിൾ തന്നെയാണ്. നമുക്ക് നോക്കണോ. ചെറിയ ചെറിയതാണ് ചെറുതായിട്ട് എങ്ങനെ ആപ്പിളാവുക. ആപ്പിൾ പോലെ ഉണ്ട്. എടുത്ത് തിന്നിട്ട് പണിയാവാ. ഞാൻ ഏതായാലും ഒന്ന് തിന്നോക്കാലാ. കടിച്ചോക്കാം. എല്ലാം കടിച്ചിട്ടിനെടന്തോ. ഇത് ആപ്പിള് പോലെ തന്നെ ഉണ്ട് കേട്ടാ. ഏത് ചെറിയ ആപ്പിള്? ഇത്ര ചെറിയ ആപ്പിള് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടില്ല. ഞാൻ എന്തായാലും തിന്നോക്കട്ടെ. ഒരു കഷ്ണം കടിച്ചോക്കട്ടെ. എന്നാല് ആപ്പിൾ തന്നെ ആപ്പിൾ തന്നെ. എന്നടാ നോക്കി അതിന് നിറച്ചുണ്ട് കേട്ടാ. ഇതെല്ലാരും പരിക്കുന്നുണ്ടോന്ന് കമ്പിയിലും അതെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകാർ വന്ന് ഉള്ളിൽ പറിച്ചോട്ട് പോയാല് അവർക്ക് പിന്നെ വളവിട്ടെടുത്തത് മുതലാവില്ല. ഇങ്ങോട്ട് പോയേക്കടാ. ആൾക്കാർ കണ്ടില്ലെങ്കിൽ ചോദിക്കാൻ ഈടിയും പുല്ലരിയുന്നുണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോയെന്നേ. അവിടെ നേരെ പോയ റോഡാണ്. പിന്നെ റോട്ടുമലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. ആപ്പിൾ പറിക്കേണ്ട മുതലാളിനെ കാണുന്നില്ല. അവിടെ എന്തെല്ലോ കൃഷിയുണ്ട്. ആപ്പിൾ മുതലാളിനെ കാണുന്നില്ല അവിടെ. ഇതാണ് വീണതല്ല ആപ്രിക്കോട്ട്. ആപ്രിക്കോട്ട് ഇത് നാട്ടിലുണ്ടല്ലേ? നമ്മളെ ആപ്രിക്കോട്ട് എന്ന് പറഞ്ഞ മറ്റേ സാധനം നല്ല ടേസ്റ്റ് എടുത്ത് തിന്നുന്നുണ്ട്. കുലുക്കി ഇടാം. നാട്ടിലെ കൊണ്ടുപോയി ചെയ്യിക്കുക. അടിപൊളി കുറേ ഉണ്ടേട്ടാ. തിന്നാൻ പറ്റൂലേ? ആ പെണ്ണുങ്ങൾ പറഞ്ഞ് തിന്നോ ഒന്നും പ്രശ്നമില്ല. അപ്പുറം ആപ്പിളുണ്ട്. ആപ്പിൾ തിന്നാൻ പറ്റില്ല. പിന്നെ ആപ്രിക്കോട്ടെങ്കിലും തിന്നിട്ട് ആപ്പിളിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടല്ലേ ഇത്. ഇങ്ങനെ പേരിലെങ്കിലും പുറത്തുനിന്നല്ല എത്തുമ്പോ. ഇതാ അലീഖാൻ്റെ ആപ്പിൾ. ഇതാണ് അലീൻ്റെ ആപ്പിൾ. ഇതാണ്. വാ പിടിക്ക്. നീ ആപ്പിൾ പറിച്ചോന്ന് അലി പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പറിക്കലല്ലേ. കേരളക്കാർ അങ്ങനെയല്ലേ. 2 വർഷം പറിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ ആപ്പിളാണല്ലോ. നേരത്തെ കണ്ടതാ. ഇത് വേറെ ഏതോ ആപ്പിളാണല്ലോ. ഇതിന് നമ്മൾ കയറി നമുക്ക് പറിക്കാം. കല്ലിന് നമ്മൾ കയറിയല്ലേ. പച്ച ആപ്പിളാണല്ല. ഇതാണ് അലീൻ്റെ ആപ്പിൾ കേട്ടോ. അലി ആപ്പിൾ 2 പറിച്ചോന്ന് പറഞ്ഞു. ഇത് ആപ്പിളല്ലാടാ. ആപ്പിൾ തന്നെ ഇത്. തിന്നോട്ടെ. എടാ ടേസ്റ്റ് ഉണ്ടാ അലി. ഇൻ്റെ ആപ്പിൾ ഇന്ന് മൊത്തം കഴിഞ്ഞു. ഇനി മേലാലും അലി കേരളക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പച്ചോന്ന് അറിയില്ല. കുറച്ച് കീശലിട്ടാലോ. നല്ല എനർജിയാ. പോകുന്ന വയ്ക്കാതെ തിന്നാം.
അപ്പോൾ അലീന മരത്തുമ്പോൾ ഇഷ്ടം പോലെ ആപ്പിൾ ഉണ്ട് കേട്ടോ. നമ്മൾ അധികം ഒന്നും പറിക്കുന്നില്ല. ആപ്പിളിൻ്റെ തൊട്ടപ്പുറം എന്നാണ് ആ സാധനത്തിൻ്റെ പേര്? ആപ്പിൾ ഫ്രൂട്ടാ? ആ, ആപ്രിക്കോട്ട്. തൊട്ടപ്പുറം ആപ്രിക്കോട്ടുണ്ട്. ആടെ ഊഞ്ഞാലുണ്ട്, ആടാൻ വേണ്ടി. എന്തെല്ലാം കറിയിൽ നിൽക്കുന്നുണ്ടോ? ഒന്നിനും കാണുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അടുത്തൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ ഇപ്പോൾ 8 മണിക്ക് ഓപ്പൺ ആവും. അതും കൂടി പോയിട്ട് നമ്മൾ സാധനം നമ്മൾ റൈഡിങ് കോട്ടും അത് ഇതെല്ലാം ഇട്ട് നേരെ ബോർഡറിനേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. തണുത്തോളം കേട്ടാ. ഓ എൻ്റെ അമ്മ എന്ത് തണുപ്പ്, എന്ത് തണുപ്പ് വെള്ളത്തിന്. ഇതാ ടോപ്പിൽ നിന്ന് വരുന്ന വെള്ളരിക്കും കേട്ടാ, ഐശ്വര്യക്കിട്ട്. ചാവി എടുത്തിട്ടില്ല, ചാവി എടുത്തിട്ടില്ല. ആ അങ്ങോട്ട് റൈറ്റ്. അത് സ്കൂളാണ്, ഗവൺമെൻറ് പ്രൈമറി സ്കൂൾ. അവിടെ സ്കൂളാ, ചെറിയ സ്കൂൾ. 100-400 വീടുകളാണ് കേട്ടോ ഐഡിയ ഉള്ളത് മൊത്തത്തിൽ. അടിപൊളി ഒരു വീട് പണിയുന്ന ഒരു മുതലാളി. ആ ഇതും ഹോം സ്റ്റേ തന്നെയാണ് കേട്ടോ പണിയുന്നത്. ഇവർക്ക് 6 മാസമാണ് സീസണ്. ഇവിടെ 6 മാസം ഇവർക്ക് സീസൺ ഔട്ടാണ്. കാരണം 6 മാസം ഈ സമയമാണ് സീസണ്. ഇപ്പോഴാണ് ആൾക്കാർ വരും വിസിറ്റ് ചെയ്തെല്ലാം ചെയ്യുക. പിന്നെ 6 മാസം ഭയങ്കര തണുപ്പായിരിക്കും, -15-18 ആവും. ആ സമയത്ത് ഒരാൾക്കാർക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല, കാരണം ഫുൾ ഐസായിരിക്കും എല്ലായിടത്തും. അങ്ങനെയാണ് പറഞ്ഞു കേട്ട അറിവ്. ഇപ്പം ഒരാളോട് ചോദിച്ചു തരാം. ഇവരെ ശരിക്കും വീടുകളില്ലേ ടോപ്പിലാണതാ, താമസം മുകളിൽ. ഓ മ്യൂസിയം അതിലൂടെയാണ്. താമസം മുകളിലാണ് കണ്ട. അടിയിൽ അവരെ മറ്റേ ഇത് കുതിരനെ അല്ല എന്താണ് കഴുതിയും അവരെ ഇതെല്ലാം ഉള്ളത്. ഇവിടെ എല്ലാം എഴുതിയിട്ടാ. ബൈക്കടാ തുത്തുക്ക് ട്രഡീഷണൽ ഹൗസ് മ്യൂസിയം. മ്യൂസിയം അങ്ങോട്ടാണ്. മ്യൂസിയം തുറന്നിട്ടില്ലേ? വാ. എടാ നമ്മൾ താഴെ ഈ വെള്ളമല്ലേ കുപ്പിക്കൽ ചെയ്ത് വായിലാകിയതാ. ഇവിടുന്ന് അലക്കുന്ന പപ്പല്ലോ. ട്രഡീഷണൽ മ്യൂസിയം. എന്തിട്ട് തുറക്കാത്ത ഇയാള്? 8 മണിക്ക് തുറക്കൊന്നും പറഞ്ഞ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഉണ്ടാ? നീ ഇതൊന്നും ഇപ്പൊ കുളിക്കുന്നുണ്ടാ? ആ പുതപ്പലക്കിക്കോട്ട്. നീ പുതപ്പലക്കലേ ഇല്ലല്ലോ, അവരും കലക്കിക്കോട്ട്. ആ എവിടെ വീടിയതാടാ ആപ്പിളെല്ലാം വേറി വീണിട്ട് ആയിരിക്കും. മഴയുടെ ഇവിടെ ചോന എന്തോ സാധനം ഉണ്ടതാ. എല്ലാം തിന്നലെന്നെ. എന്നിട്ട് ഏതാണ് ഇതാണ് ഒന്നിക്കലെല്ലാം മാറും, എല്ലാ സൂക്കേടും മാറും. ഇതെല്ലാം നാച്ചുറൽ സാധനമാണെന്ന് പറഞ്ഞേ. ഇതെല്ലാം മായങ്ങളില്ല, ഒന്നും കലരാത്ത എല്ലാ സാധനങ്ങളും. ആപ്പിളുണ്ട് കേട്ടോ. എല്ലാവരും വെയില് കെട്ടീനി. സത്യമായിട്ടും ടൂറിസ്റ്റുകാർ വന്നിട്ട് പറിച്ചിട്ട് ഇതാക്കുന്നതായിട്ടാ. എൻ്റെ ഇതാണ് ഇവിടെ എന്തോ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ ഹോം സ്റ്റേൻ്റെ എല്ലാം ഇനി ബോർഡാണ് അതല്ലോ ഫുള്ള്. ആ അതാ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിയാൽ വ്യൂ പോയിൻ്റ് ആയി. വാ. നീ ഇല്ലാന്ന് എങ്ങനെ പറഞ്ഞേക്കൽ? നീ വരുമല്ല എൻ്റെ കൂടെ. അതെന്താ ചെടി? അതെന്താ ചെടിയാ? ഒരു വസ്തു അറിയില്ല, എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണം. എലുട്ടിയാ ഇതെങ്ങോട്ടാ? അവിടെ എഴുതിട്ടാ. അത് വീട്ടിലേക്കാന്ന് തോന്നുന്നു. ഇങ്ങോട്ടായിരിക്കും. വാ. പിന്നെ ഈ തുർത്തുക എന്തിനാ വന്നിനി? 100 കിലോമീറ്റർ ഓടിയിട്ട് ഇവിടുത്തെ ഗ്രാമക്കാഴ്ചകളും മണാശ്രീ ഇവിടുത്തെ ബോർഡർ എല്ലാം കാണാനല്ലേ ഇങ്ങോട്ട് വന്നിനി.
ഇതാ ഇത് ഇന്ത്യ പാക് ബോർഡർ വ്യൂ പോയിന്റ് വാ, ഇങ്ങോട്ട് തന്നെ വ്യൂ പോയിന്റ് വാ. ബോർഡർ കാണിച്ചാലേ വാ. നീ എന്താണ് ഓർഡർ ഓട് കത്തിക്കോ. നീ ഇങ്ങോട്ട്, നീ റൂമിൽ തന്നെ ഇരുന്നു, ഞാൻ പോയിട്ട് എല്ലാം കണ്ടിട്ട് വരാം. ഇതാ ഇവിടെ ആപ്പിളിതാ ഫുള്ള് വെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളു വേലി വെച്ചിന്. മുള്ളു വേലി വെച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ ആപ്പിൾ ഒറ്റ ബാക്കി ഉണ്ടാവില്ല. ആ ഇങ്ങോട്ട് ഒച്ചപ്പാടെല്ലാം കേൾക്കുന്നുണ്ട് മറ്റേ ഇതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ. ഇങ്ങോട്ടാ? അങ്ങോട്ടന്നെ ഇങ്ങോട്ടാ. ഇങ്ങോട്ട് കല്ല് കാണുന്നില്ല. ഉമ്മമാനോട് ചോദിച്ചോക്കാം. ഇതറിയ റാസ്ത മോണാസ് ഉദർ സേ ഓക്കെ. അങ്ങോട്ടാന്ന് വഴി. ഇവിടെ ഒരു ബോർഡ് വെക്കണം കേട്ടോ എന്തായാലും. ഇത് വെക്കണം അങ്ങോട്ടാ. നാച്ചുറൽ കോൾഡ് സ്റ്റോറേജ് സൈറ്റ്. പാക്ക് ബോർഡർ എങ്ങനെ ഇങ്ങോട്ടാ? എന്നാലും നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടാ വന്ന്? ഫസ്റ്റ് പാക്ക് ബോർഡറിലേക്കാ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, ട്രോസ് ഇടാം. എങ്ങോട്ടാ ഫസ്റ്റ് വേണ്ടേ? എന്നാ അങ്ങനെ ചെയ്യാം. അതെയാ, പാക്ക് ബോർഡറിൽ എത്തിയാൽ തന്നെ നമ്മളത് തീരും. ഇനി അങ്ങോട്ട് പോകാൻ പറ്റൂല. അല്ല ഇതാരീ ക്യാമറ ഒന്നും വേണ്ട, എൻ്റെ കൈ വേണ നോക്കട്ടെ. എവിടെയാ ചേച്ചിനി? ആ വ്യൂ ഇങ്ങോട്ട്, ബോർഡർ ഇങ്ങോട്ടാണ്. അല്ല ഏത് ഇവരെ വീട്ടിലേക്കാ? ഇതിവരെ വീടാണ്. ആളുണ്ടാ? ഏത് 8 മുതൽ 10 മണി വരെ സംഭവം ഉണ്ട്. എന്ത്? ഇതിന്റെ കൊടിയുണ്ട്. ഇതിന് മുകളിൽ കയറിയിട്ടാണല്ലേ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇതിന്റെ മുകളിൽ കയറിയിട്ടായിരിക്കും. നടക്കതാ അപ്പുറത്തേക്ക് വയ്യാണെന്നുണ്ട്. എപ്പുറത്തേക്ക്? ഗേറ്റിന്റെ അപ്പുറം. ഇവിടെ ബെല്ലങ്ങാട്ടുണ്ടാ നോക്കിയാ? ഒന്നുമില്ല, 2 ഒട്ടയുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ ബോർഡർ വ്യൂ ആണ്. ഇതിന്റെ മുകളിൽ കയറിലായിരിക്കോടാ ഈ വീട്ടിന്റെ. 100 റൂഫ് ടോപ്പിൽ പോവാൻ. എന്നിട്ട് ഇവരെന്തോ വെച്ചായിരിക്കും വ്യൂ ആണേ. അവിടെ മറ്റേ ഇതെല്ലാം വെച്ചിട്ട് നോക്കണം ബോർഡർ കണ്ടിട്ട്. അത് നമുക്ക് ഫോട്ടോ നോക്കിയാൽ പോരെ. ഞാൻ വിചാരിച്ച ഏതോ മലേൻ്റെ മുകളിൽ കയറിയിട്ട് അടിച്ച് കാണാൻ പറ്റും. അത് പോട്ട് ഇനി നമുക്ക് അടുത്ത ഇതിന്റെ ഒച്ച എങ്ങനെയാ? അന്ന് മുംബൈ നേട്ടില്ലേ? അന്നേരം എന്താ പറഞ്ഞ ഓണാണ്. ചിലപ്പോ 5 മുട്ടായി കൊടുക്കുന്ന പറഞ്ഞേ കൊടുക്കാതിരിക്കും. അടുത്ത സ്ഥലം നോക്ക്. ഹെറിറ്റേജ് ഹൗസ് മ്യൂസിയം. കോൾഡ് സ്റ്റോറേജ് ഉണ്ട് ഒരു. മ്യൂസിയം കാണാം. അതാ താങ്ക് യു. അണ്ടർവേ ആലയാ? പശുവിന്റെ ആല. ആന്നെ എന്തിന്റെ ആലയാണ്? ഇരുട്ടാന്നല്ല, ക്യാമറ ആണോ? ഏതെങ്കിലും റൂമിലേക്ക് പോയേക്കല്ലേ നീ, പിന്നെ കാണാണ്ടായിട്ട് പിന്നെ ഇതാകും. കഴുത്തല പേലെടുക്കും, തലയിലൊക്കെ കുളിച്ചിട്ട് വന്നിട്ട്. സംഭവം ഇവര് ഇതുണ്ടാക്കിയതാ. മറ്റേ മരത്തിന്റെ എന്തോ മരത്തിനെ കൊണ്ട് വലിച്ചു കെട്ടിയിട്ടില്ലേ ഉണ്ടാക്കിയതാണ്. നമ്മൾ വന്ന വഴി ഓർമ്മിക്കണേ ബാബാ. വീട്ടാന്ന് ഫുള്ള് വയ്യൊന്നും ഓർമ്മില്ല. നമ്മൾ ആപ്പിൾ എവിടെയും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാൾട്ടി ഹെറിറ്റേജ് ഹൗസ് മ്യൂസിയത്തിലേക്കാണ് കയറുന്നത്. ഇതാണ് പഴയ ഡോർ. എല്ലാം പഴയത് അവർ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ഇതൊന്നും ചാണം തേച്ചതാ? ചളി തേച്ചതാണ് തോന്നുന്നത്. ഇതെന്താണ്? തലമുട്ടരുന്നാ? തല സൂക്ഷിക്കുക.
ഉള്ള എടാ സംഭവമാണല്ലോ, ഭയങ്കര തണുപ്പുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ. വാ വാ വാ, ഇതെല്ലാം തുറക്ക് നീ. ഞാൻ ക്യാമറ പിടിക്കുന്നുണ്ട്, വാ. അത് തുറന്നു നോക്കിയേ, ആ റൂമിൽ എന്തെങ്കിലും കൊണ്ടാന്ന് നോക്കാം. നീ എന്താ കളിക്കുന്നത് അതിൻ്റെ ഇടയിൽ? വേറെ തുറക്ക്, പോകണ്ടേ, വായിക്കണ്ട നീ ഒന്നും. വാ വായിച്ചു, ഇത് തുറക്ക്. പൂട്ടീനാ? എന്നാ ഇത് തുറക്ക്, ഇത് തുറക്ക്. തുറക്കാലം വരെ നീ തുറന്നോ? ആട്ടാലേ അത്. അതിൻ്റെ ഉള്ളിൽ എന്നാ എന്തോ ഒരു ഇതുണ്ട്, ഷൂ കാണുന്നുണ്ട് ഒരു ചെറിയ. ഇവിടെ ഉണ്ട്. എടാ ഇതേ കലപ്പ, ഇതാ പണ്ടത്തെ കലപ്പ. ഇത് മൊത്തം കഴുകൻ്റെ പോലത്തെ ആലയം കറ്റാന്നല്ല. അല്ല, ഇതിൻ്റെ ഉള്ളിലൊരു റൂം, ലൈറ്റെല്ലാം ഉണ്ട്. എടാ ഉള്ളിലുള്ളിലുണ്ട്, ലൈറ്റ് അടിക്കണോ എന്നാലേ പോകാൻ കഴിയൂ. ഉള്ളിലോട്ടുണ്ട് കേട്ടാ, കാണുന്നില്ല ഒന്നും. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് അടിക്കണം എന്നേ പോലെ. ഇതേപോലത്തെ റൂമായിരിക്കും അല്ലേ? ഇതെന്നാ സാധനം? ഇതാ ഇവരെന്തല്ലോ. എടുത്ത് ഒന്ന് കാണിച്ചേ ഒന്ന്. അതെ, അവരെന്തോ സാധനങ്ങളാണ്. അതെടുത്തേ, മറ്റേതെടുത്തേ. പൊട്ടിക്കണ്ട. अलाउड नहीं है? हाँ, इधर अलाउड नहीं है. हाँ 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 हाँ, ऊपर है. അവിടെ അലൗഡ് ഇല്ല പോലും. അലൗഡ് ഇല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് അതിന് മുകളിലേക്ക് പോവാം. അലൗഡ് ഇല്ലെങ്കിൽ പിന്നെ പൂട്ടിയിട്ടാ പറയാനോ. ഇവിടെ എന്നാ ഇതൊന്നും സാധനം വിൽക്കാൻ വെച്ചതല്ലേ. ഇതിനുള്ളിൽ നിന്നാ हाँ, इधर टिकट എടുക്ക്. कितना है? 70 है. नीचे किधर है? 50 क्या है? कोल्ड स्टोरेज किधर है? दूर है. വേറെ എന്നാ? 70 ഉറുപ്പിക എടുക്ക്. അതോ ടിക്കറ്റ്? നല്ല ടിക്കറ്റ് ഉണ്ട്. ഇതെല്ലാന്ന് കേട്ടാ, വെറുതെ പറയാമെന്ന് തോന്നുന്നു. 70. വാ വാ വാ, ഉള്ളിൽ കയറി. ഓണറിൻ്റെ പേരാ? ആ, ഇവിടെ ഇതെല്ലാം ഉണ്ടാ, അമ്പും ബില്ലെല്ലാം ഉണ്ട്. മറ്റേതാ അമ്പ് വെക്കുന്ന സാധനം, ഇത് അമ്പിടുന്ന ഡബ്ബ, മറ്റേ വില്ലതാ. ഇത് ഇതിൻ്റെതാണ്, മാനിൻ്റെ അല്ലേ, ഏതോ വേറെ ഏതോ ടൈപ്പ്. വാളതാ വലിയ പണ്ടത്തെ ചെമ്പിതാ. തൊടുന്നില്ലല്ലോ, ഞാൻ വീഡിയോയിൽ എടുക്കുന്നില്ലല്ലോ ചെമ്പ്. നല്ല ഇത് കാടി വെള്ളം കൊടുക്കുന്ന ചെമ്പാന്നല്ല. 300 വർഷം പഴക്കമുണ്ട് അതിനാ. ഓ, 300 വർഷം പഴക്കമുള്ള കുടുക്കാട്ടോ. ഇല്ലേ ഇത് വച്ചേക്കുന്നുണ്ട്. അടിയിലേക്ക് അണ്ടർഗ്രൗണ്ടെല്ലാം ഉണ്ട്. അപ്പുറം നോക്കാലോ. അതാ ഇവിടെ ഇതെല്ലാം വായിക്കടാ. ഇതെല്ലാം എന്തല്ലോ എഴുതി വെച്ചിട്ട് ഇതിൻ്റെ സാധനത്തിൻ്റെ ഇതെല്ലാം വേഗം പിടിച്ചേ. ഞാൻ ഇത് വീഡിയോ എടുക്കട്ടെ. ഇത് കത്തി, ഇതിപ്പോൾ ഉണ്ടല്ലോ കുറേ ആളുടെ അടുത്ത്. ഇതെന്നാ സാധനം? പഴയ ഇത് കണ്ട മറ്റേ ചൂരൽ പോലത്തെ വലിയ വെടിയാന്ന് തോന്നുന്നു. പണ്ടത്തെ കല്ലുകൾ അതാ, അവരെ അരക്കുന്ന സാധനങ്ങൾ അതാ. ചട്ടി അതാ, ഫുള്ള് കല്ലിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ആടിനെ മുറിക്കുന്ന കട്ടിംഗ് ഷീറ്റ്സ്. അതിൻ്റെ ഉള്ളിലേക്ക് പണ്ടത്തെ പത്തായപ്പെട്ടി കണ്ടോ? അതാ, ഇതാണ് പത്തായപ്പെട്ടി. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല പത്തായപ്പെട്ടി എന്നാണ്. ഇതാ വലിയ പത്തായപ്പെട്ടി. അതിൻ്റെ സേറും ഇതാ, അതിൻ്റെ സേറും ഉണ്ട് കേട്ടോ പത്തായപ്പെട്ടീൻ്റെ. ആടെയുണ്ട് പത്തായപ്പെട്ടീൻ്റെ ഉള്ളോ. അല്ലോ, ഓ വലിയ ഉള്ളാന്ന്. എന്നാണ് സ്ലൈറ്റാ? ഇതാ അതെയാ. അതിൻ്റെ ഉള്ളിൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, മൊബൈൽ നമ്പർ. തുടണ്ടവാ. ഇതിൻ്റെ ഉള്ളിൽ എന്നാണ്? ലിവിങ് റൂം കം കിച്ചൺ. അവരുടെ റൂമുകൾ കേട്ടാ പണ്ടത്തെ ഇത്. ഇതാ തവിടുന്ന സാധനം. ഇതാ ഇതിങ്ങനെ തുറന്ന് പൂട്ടിയിട്ട് തവിട്ടോളാം. ഇതെന്നാ തനങ്ങാണി വെച്ചിന് നിന്നിട്ട് ഉറങ്ങാനാ? കിച്ചൺ കേട്ടാ. ഓ, ഇതൊരു രക്ഷയില്ലാത്ത കിച്ചൺ കേട്ടാ. എവിടെ? അവിടെയാ? ഇത് നോക്ക്, കിച്ചൺ നോക്ക്. പണ്ടത്തെ
സെറ്റപ്പാട്ടാ. കിച്ചണിലുള്ള സാധനങ്ങളെല്ലാം മറ്റേ ഇതാ ഇവരെ തേരി ഇതാക്കുന്ന അതേപോലത്തെ സാധനമാണ്. പണ്ടത്തെ കോപ്പൊക്കെ കയ്യിലുണ്ട പണ്ടത്തെ. ഇതെല്ലാം സംഭവമാണ് കേട്ടോ. അവരെ ചായ വയ്ക്കുന്ന സാധനം കോപ്പ, ചായ കുടിക്കുന്നത് ഇതൊന്നും തുടർ. പിന്നെ ആരും ഇല്ല ഇവിടെ, മല്ലനെ നമുക്ക് തൊടാം. തലമുട്ടി മുകളിൽ കത്തി, അവരെ കത്തി കേട്ടാ മുറിക്കുന്ന കത്തിയൊന്നും പണ്ടച്ചതാ വിച്ചക്കത്തി പണ്ടത്തെ ഇതെല്ലാം ഉണ്ട് കേട്ടാ. സെറ്റപ്പാട്ടാ. അടുപ്പ് വേണ്ട, അടുപ്പ് സംഭവമാണല്ലോ ഇതെന്നാ. ഓ കല്ലാന്നിത്, കല്ലാന്ന്, കല്ലിൻ്റെ അടുപ്പാതാ, കല്ലാന്ന്. ഇത് കുട്ടികളെ കടത്തുന്ന. ഓ കുട്ടികളെ കടത്തുന്ന ആറാട്ടാ. ഓ ഗ്ലാസ്സെല്ലാം വെച്ചിട്ടുണ്ടല്ലോ പുറത്തേക്കാണ്. ഇത് നമ്മളെ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തട്ടി. അതെ. ഓ ഇതിലൂടെ വഴി ഇതാ. സൂട്ടാ, സൂട്ട് എന്ന് പറഞ്ഞാൽ നടാ അവരെ ശേഖരിച്ച് വെക്കുന്ന സാധനമായിരിക്കും. അത് അരിയല്ലോ. ആ ഫുഡ് കഴിക്കുന്നേ. ഇത് ഫുഡ് ശേഖരിക്കുന്ന പോലത്തെ കറയെല്ലാം കാണുന്നുണ്ട്. നെല്ല് വരിയെല്ലാം വെക്കാനുള്ള അവരെ അറകൾ. ഇത് അവരെ ഡ്രസ്സുകൾ, അവർ പണ്ട് ധരിക്കുന്ന ഡ്രസ്സുകൾ കേട്ടാ. കോട്ട് തണുപ്പിനുണ്ട്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഒരു തണുപ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറില്ല. അത് ആടിൻ്റെ തോല കൊണ്ട് ഉണ്ടാക്കിയതാ. ആടിൻ്റെ തോല കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് അടുത്തത് ഏത് ഇതിൻ്റെ തോല കൊണ്ടാണ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം വായിക്ക്. നമ്മൾ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ടില്ലല്ലോ. പോയിട്ടില്ലെങ്കിൽ വായിക്ക്. നീ എത്രയാണ് ഇപ്പോൾ പാസ്സായത്? എത്രയിലേക്കാണ്? പഠിച്ചു കഴിഞ്ഞല്ല. വായിക്ക്. അത് ഇതിനെ കൊണ്ടുണ്ടാക്കിയത് ഇതാട്ടാ. മറ്റേ ഇതിൻ്റെ കൊമ്പുണ്ടാ. ഹാൻഡ്മെയ്ഡാണല്ലേ. ഇത് ഇവരെ ഒരു പുതപ്പായിരിക്കും കേട്ടോ. പുതപ്പ് ഇപ്പോഴത്തെ പുതപ്പ് പോലെ ഉണ്ട്. ഒന്ന് ടച്ച് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ടോ? ഒന്ന് ടച്ച് ചെയ്ത്. ഒരു ഷൂസ് ഇതേ അടിപൊളി ഷൂസ് കേട്ടാ. ഇതെന്ന സാധനം ഇതില്ലേ, ഇതെന്നായിരിക്കും അറിയാം. ഷൂസിൻ്റെ അടിയിൽ വെക്കുന്ന സാധനമായത്. കാരണം ഇവർ ഐസിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഐസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനമായത്. ഇരുമ്പ് കൊണ്ടിട്ട് ഇത് മൊത്തം അതാ ഒരു ഇതാണല്ലേ അതിൻ്റെ ഡ്രസ്സ്. ഷൂസ് ഇതാ ആൺകുട്ടികളുടെ. ഇത് കുഞ്ഞിൻ്റെ ഷൂസ് എന്താ. ഇതാണ് എല്ലാ തണുപ്പിന് വേണ്ടിയിട്ടുള്ള സംഭവം. ഓ സംഭവം ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ഇതിനുള്ളിൽ എന്തോ ഉണ്ട് ബാബാ. ഇതിനുള്ളിൽ എന്തോ ഉണ്ട്. അതും ഇതിനുള്ളിൽ മൊത്തം മറ്റേ ഇവരെ കൃഷീൻ്റെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. മറ്റേ ഇതിനിടുന്ന കലപ്പേൻ്റെ ആ മുകളിലിടുന്ന ഇതിൻ്റെ നമ്മളെ ഏതാണ് കഴുതിയാൽ കഴുതാ, പശുവായ പശു. കലപ്പേൻ്റെ ഇത് കണ്ട അതിൻ്റെ സാധനം. ഇത് തോണ്ടിരുന്നായിരിക്കും തോണ്ടുന്നത്. മുട്ടി, ഇടിമുട്ടി, കത്തി. ഇത് ഒട്ടകപ്പുറത്ത് വെക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് ഒട്ടപ്പുറത്ത് വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി വേറെ ഇനി പുറത്ത് വെക്കാൻ അറിയാറില്ല. മറ്റേ കോരി നമ്മൾ വായിക്കോട്ടെന്ന് പറയുന്നത് അവർ പണിയെടുക്കുമ്പോഴുന്ന ഷൂസ്. ഇത് ഈ മൃഗത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുക ചെയ്യുക. ഈ വലിയ സാധനം. ഇത് മണി എന്തിൻ്റെ എന്താക്കുന്നത്? ബട്ടറെല്ലാം മെൽട്ടാക്കുന്ന സാധനം. അവർ പശുവിൻ്റെ ഇതെല്ലാം ഉണ്ടാക്കുന്നതായിരിക്കും ചിലപ്പോൾ. ബട്ടറില്ലേ? എന്ത് ബട്ടർ? ബട്ടർ അറിയില്ല. ബട്ടർ അറിയാം. മറ്റേ ഇതുണ്ടാക്കുന്നല്ലോ പശു നെയ്യല്ലോ. അവരുണ്ടാക്കുന്നില്ല സാധനം. അത് ലസ്സി ഉണ്ടാക്കുന്ന സാധനം. ഇതിൻ്റെ കൊമ്പില വലിയ പോത്തന്നല്ലോ. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്നാ പറഞ്ഞത്, ഈ കയറിങ്ങനെ പിടിച്ചിട്ടില്ലേ തിരിക്കുക ചെയ്യുക. അന്നേരം നല്ല തിരിച്ച് ഇത് നമ്മൾ പണ്ട് നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഏതാനും വർഷങ്ങൾ വരെ. ഇപ്പം അല്ലേ ആരും ഉണ്ടാകാത്തത്.